എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് 1201 ആണ്ട് കുംഭമാസം 17-ാം തീയതിയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്. 2026 മാർച്ച് മാസം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടിൻ്റെ കാലഘട്ടമാണ്, മധ്യവേനൽ സമയമാണ്, സ്കൂളുകളെല്ലാം അടയ്ക്കാനൊക്കെയുള്ള ഒരു മാസമാണ് ഇത്. ഈ ചൂടിനെ കഷ്ടപ്പാടിനെയൊക്കെ അതിജീവിക്കാൻ ഈശ്വരൻ നമുക്ക് കരുത്തും ബലവും തരട്ടെ. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വ്യത്യാസം വരുന്ന ദിവസമായിരിക്കും. വിശ്രമിക്കാനൊക്കെ സമയം കിട്ടുന്നതുകൊണ്ടാവാം ഏറ്റവും അധികം സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുവാനും, വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുവാനും, കുടുംബാംഗങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ അവസരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട് ഏത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യകരമായ പല കാര്യങ്ങളും ഏർപ്പെടുകയും പുതിയ ഒരു പുനർജീവനത്തിലേക്ക് വഴിതെളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരികയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. വാർദ്ധക്യം അനുഭവിക്കുന്നവർക്കും അതേപോലെ വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്കുമൊക്കെ വളരെ സന്തോഷം ലഭിക്കത്തക്ക രീതിയിലുള്ള സൗഹൃദ സംഭാഷണത്തിനും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും അതേപോലെ പുതിയ ആളുകളുമായി ഇടപെട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതിനുമൊക്കെ അവസരം വരുന്ന ദിവസമാണ്. വാർദ്ധക്യം അനുഭവിക്കുന്നവർക്ക് എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കാം. കാരണം അവരുടെ വേവ്ലെങ്ത്തിൽ പുതിയ തലമുറ വലിയ സംഭാവനകളൊന്നും ചെയ്യാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരമില്ലാതെ വിഷമിക്കുകയായിരിക്കും. അത്തരത്തിലുള്ളവർക്ക് സൗഹൃദം വളരെയധികം അനുഗ്രഹപ്രദമാണ്. ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുക്കളുമായി സന്തോഷം പങ്കുവയ്ക്കുവാനും കാര്യങ്ങൾ തീരുമാനിക്കുവാനും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുവാനും പുതിയ ചികിത്സാ രീതികൾ കൈക്കൊള്ളുവാനും ഒക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. യാത്രയിൽ നിന്ന് വളരെ സന്തോഷം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു സന്ദേശം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങും എന്നുള്ള പ്രതീക്ഷ വരുന്ന ദിവസമായിരിക്കും. കേസും വഴക്കുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം നാളേക്ക് ഒരു നല്ല ദിവസമായിരിക്കും എന്നുള്ള പ്രതീക്ഷ വരാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും. വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷപ്രദമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മെച്ചം വരുവാനും സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. മുൻകരുതലുകൾ എടുക്കാൻ തീർച്ചയായിട്ടും മടിക്കാതെ ഇരിക്കുക. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ഭാഗ്യങ്ങൾ വരുന്നത് കൊണ്ട് വളരെ സന്തോഷം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വാർദ്ധക്യത്തിലേക്ക് കാലൂന്നുന്നവർക്ക് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ പങ്കാളിക്ക് ചില
വൈഷമ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില മനക്ലേശങ്ങളും ഉണ്ടാകുവാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ട് മാനസിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത് പിടിക്കപ്പെടുവാനുള്ള സാധ്യത ഉള്ള ദിവസമാണ്. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ നേരായ മാർഗത്തിലൂടെ പോയാൽ പല നല്ല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. കള്ളപ്പേര് കേൾക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് പ്രതികരിക്കുന്ന മൂലം ശത്രുക്കളിൽ നിന്ന് ക്ഷതമേൽക്കുവാനും ആയുധം കൊണ്ട് മുറിവേൽക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് ആത്മസംയമനം പാലിക്കുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും കഴിവതും പുറത്തേക്ക് പോകാതെ കഴിച്ചുകൂട്ടുകയൊക്കെ ചെയ്യുന്നത് ഗുണപ്രദമായിരിക്കും. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രയോജനപ്രദമായ പല കാര്യങ്ങളും വന്നു ചേരുന്ന ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പങ്കാളിയുമായി കൂടിച്ചേർന്ന് പുതിയ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ കാർഷിക മേഖലയിൽപ്പെട്ടവർക്ക് വളരെയധികം ധനസഹായം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. ഉദ്യോഗ കയറ്റത്തിന് ശ്രമിക്കുന്നവർക്കും പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശ ജോലിയിലിരിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ബന്ധുക്കളെയോ അല്ലെങ്കിൽ പങ്കാളിയെയോ ഒക്കെ കണ്ടുമുട്ടുവാനും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ലാഭകരമായ ചില ഇടപാടുകൾ നടത്തുവാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. വിൽക്കാതെ വളരെ നാളുകളായി കിടക്കുന്ന വസ്തുവിന് വിൽക്കാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണമോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ നിർമ്മാണമോ ഒക്കെ പുനരാരംഭിക്കാൻ തക്കവണ്ണം സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഒരു അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ നിയമപാലകർക്കോ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കോ ഏതെങ്കിലും രീതിയിലുള്ള തിക്താനുഭവങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടിയ ദിവസമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചിക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. വളരെയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് കുറച്ച് തിരക്കേറിയ ദിവസമായിരിക്കും. കുടുംബാംഗങ്ങളിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പേരെടുക്കാൻ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. കേറ്ററിംഗുകാർക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹോട്ടൽ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വളരെയധികം ലാഭകരമായ കച്ചവടം ഉണ്ടാവുകയും അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. വസ്ത്രനിർമ്മാണം അല്ലെങ്കിൽ വസ്ത്രവ്യാപാരം തുടങ്ങിയ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ലാഭകരമായൊരു ദിവസമായിരിക്കും. ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് 60 വയസ്സിന് മേലോട്ടുള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ഒരവസരം ലഭിക്കുന്നത് കൊണ്ട് സന്തോഷമുണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാ തരത്തിലുമുള്ള മനസ്സമാധാനം ലഭിക്കുവാനായിട്ട് സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ അനാവശ്യമായ മാനസിക സംഘർഷം അനുഭവിക്കുവാനും ഓവർ ആങ്സൈറ്റി എന്ന് പറയുന്നത് അമിതമായ ഉത്കണ്ഠ മൂലം നിരാശ ഉണ്ടാകുവാനും കൂടി സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. വളരെ ശ്രദ്ധിക്കുക, ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും
ഉചിതമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമാണ്. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരികയും ആരോഗ്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം മനസ്സിനൊരു സമാധാനമൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ബൊട്ടിക്, ബ്യൂട്ടീഷ്യൻ, മേക്കപ്പ് തുടങ്ങിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ തിരക്കേറിയതും പ്രതീക്ഷ ഉണ്ടാകുന്നതുമായ ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. കേസും വഴക്കുമായി മുൻപോട്ട് പോകുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വിപരീതമായി അടുത്ത ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി വളരെ ശ്രദ്ധിക്കുക. ഒടിവച്ചതവും മുറിവിനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനായാസേന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബാംഗങ്ങളുമായി യോജിച്ച നല്ല കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധ്യത ഉണ്ട് എന്നതുൾപ്പെടെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായിരുന്ന മാന്ദ്യത്തിന് ഒരു ശമനം ലഭിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടാകുന്ന കാര്യമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും മുൻകൈയെടുത്ത് നടത്തുവാനായി ഏതെങ്കിലും സഹായിയോ സുഹൃത്തോ ബന്ധുവോ വന്നു ചേരാനും സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് ഇന്നൊരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ പങ്കാളി ജീവിതത്തിലേക്ക് വരും എന്നുള്ള ആ സന്തോഷം അനുഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി ചികിത്സ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു റിസൾട്ട് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. പുതിയ സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുസമാഗമത്തിന് സാധ്യതയുള്ള ദിവസമാണ്. സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദര തുല്യരായ ആളുകൾക്കൊക്കെ നല്ല ഒരു ഭാവി വരുന്നത് കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള സാധ്യതയും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും. തൊഴിലിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും വളരെയധികം നല്ല അനുകൂലമായിരിക്കും. അതേപോലെ പണമിടപാടുകൾ നടത്തുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ദിവസമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതികൂലമായ അനുഭവങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. ഇതൊക്കെ ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാവരെയും സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ.